സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എജു മന്ത്ര. ഞാൻ അഞ്ജിത്ത്. അപ്പോൾ നമ്മൾ ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ അതായത് BA ഫങ്ഷണൽ ഇംഗ്ലീഷ് 6th സെമിസ്റ്ററിൽ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്ന പേപ്പറിൽ നമ്മളുടെ ഫസ്റ്റ് ലെക്ചറാണ് അല്ലെങ്കിൽ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ ഒരു എന്താ പറയുക സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശബ്ദം അതിനിടയ്ക്ക് കുറച്ചുകൂടെ കൂട്ടണം എന്ന് പറഞ്ഞിട്ട് ശബ്ദം ക്ലിയർ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെയോ പരാതി പറഞ്ഞിരുന്നു. ശബ്ദം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ കൂടുതലായിട്ട് എടുത്ത് പറയുന്നില്ല, സമയം കളയുന്നില്ല. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് പോവാം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്നാണ് ഈ ഒരു മൊഡ്യൂളിൻ്റെ ഒരു ടൈറ്റിൽ വരുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ റൈറ്റിംഗ് ആസ് ആൻ ആർട്ട് എന്ന് പറയുന്ന പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വോയിസിനെ കുറിച്ച്, ക്രിയേറ്റിംഗ് എ വേർഡ്, ഡീഫെമിലറൈസേഷൻ, ഇമാജിനേഷൻ, വേർഡ് ആസ് ആൻ ഇമേജ്, അതുപോലെ തന്നെ പ്രിപ്പയറിംഗ് ഫോർ പബ്ലിക്കേഷൻ, പ്ലേജറിസം ആൻഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ വാട്ട് ഈസ് ക്രിയേറ്റീവ് റൈറ്റിംഗ്, എന്താണ് ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ക്ലിയറായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഒരു ബേസിക്കായിട്ട് എങ്ങനെ ഏത് രീതിയിൽ വേണം ആൻസർ ചെയ്യാൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ നമ്മൾ എഴുതുന്ന സമയത്ത് ഒരുപാട് തരത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ വളരെ ഫോർമലായിട്ടുള്ള ലാംഗ്വേജിൽ നമ്മൾ കൃത്യമായി കാര്യങ്ങൾ ഈസി ആയിട്ട് ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ എഴുതുക, അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മൾ ഈ സെമിസ്റ്ററിലും കഴിഞ്ഞ സെമിസ്റ്ററിലുമായിട്ട് പ്രിൻ്റ് മീഡിയം, ബ്രോഡ്കാസ്റ്റ് മീഡിയം പോലെയുള്ള പേപ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്, അല്ലെ? ജേർണലിസം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പേപ്പേഴ്സ് പഠിക്കുമ്പം നമ്മൾ അതിനകത്ത് ഓരോന്ന്, അതായത് ന്യൂസ് റിപ്പോർട്ട് എങ്ങനെ എഴുതണം, അല്ലെങ്കിൽ ഒരു TV ബ്രോഡ്കാസ്റ്റിംഗ്, ഒരു പ്രോഗ്രാം, ഒരു ടെലിവിഷൻ പ്രോഗ്രാം, ഒരു റേഡിയോ പ്രോഗ്രാം, ഇതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അതല്ല, ഇപ്പം ന്യൂസ് ആണെങ്കിൽ നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് ഈസി ആയിട്ട് കുറച്ചും കൂടെ എന്താ പറയുക കൺസൈസ് ആയിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങനെയൊക്കെ എഴുതണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മൾ ജസ്റ്റ് ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ആ പേപ്പറിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സെർട്ടൈൻ വേ ഉണ്ട് എഴുതുന്നതിന്, അല്ലേ? നമുക്ക് മാത്രമല്ല, നമ്മൾ സെക്കൻഡ് സെമിസ്റ്ററിൽ റൈറ്റിംഗ് ഫോർ അക്കാഡമിക് സക്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ശരിക്കും ക്രിയേറ്റീവ് റൈറ്റിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്, അല്ലേ? പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല, ബട്ട് നമ്മൾ പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഓരോ എഴുത്തിനും ഓരോ രീതിയുണ്ട്. ഈ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്, ക്രിയേറ്റീവ് റൈറ്റിംഗ് ഈസ് എ ഫോർമൽ റൈറ്റിംഗ് ദാറ്റ് യൂസസ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ടു എക്സ്പ്രസ് ഐഡിയാസ് ആൻഡ് ഇമോഷൻസ്. അതായത് ക്രിയേറ്റീവ് റൈറ്റിംഗ് ഈസ് എ ഫോം ഓഫ് റൈറ്റിംഗ്, അതൊരു എഴുത്തിൻ്റെ രീതിയാണ്, അത് എഴുതുന്ന ഒരു രീതിയാണ്. ദാറ്റ് യൂസസ് ഇമാജിനേഷൻ, അതായത് നമ്മൾ ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ മനസ്സിൽ ചിത്രീകരിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഓർത്ത് അതിങ്ങനെയൊക്കെ ആയിരിക്കും. യെസ്, ഇപ്പോൾ നമ്മൾ ഇപ്പം സ്പേസ് ഷിപ്പ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവമുണ്ട്. അത് നമ്മൾ ആരും കണ്ടിട്ടില്ല, അല്ലേ? നമുക്ക് അതിനെപ്പറ്റി നമ്മൾ ഇമാജിൻ ചെയ്യാറാണ് പതിവ്. ഓക്കെ, അത് പോട്ടെ. നമ്മൾ ഇപ്പോൾ ദൈവം, നമ്മൾ ഈശ്വരനെ പറ്റി ചിന്തിക്കാറുണ്ട്. നമ്മൾ കൃഷ്ണനെ ആരാധിക്കുന്നവരുണ്ട്, നമ്മൾ നബിയെ ആരാധിക്കുന്നവരുണ്ട്, നമ്മൾ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നവരുണ്ട്, ഡിങ്കനെ ആരാധിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ കുറേ തരത്തിലുള്ള ദൈവസങ്കല്പങ്ങളുണ്ടല്ലേ. അപ്പോൾ ഈ സങ്കല്പം എന്ന് പറയുന്നത്, യെസ്, ഇമാജിനേഷൻ. അപ്പോൾ നമ്മൾ ഇപ്പം ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ പുരാണങ്ങളിലൊക്കെ തലയിൽ ഒരു മയിൽപ്പീലിയൊക്കെ ചൂടിയിട്ടുള്ള ഒരു ഒരു കാർമേഘത്തിൻ്റെ കളറിലുള്ള ഒരു ഭഗവാനായിട്ടാണ് നമ്മൾ സങ്കല്പം. അപ്പോൾ നമ്മളിങ്ങനെ സങ്കല്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ, ഓരോ ആളുകളുടെയും മനസ്സിൽ ഒരു രൂപം ഉണ്ടാകും, ശ്രീകൃഷ്ണൻ്റെ രൂപം. അപ്പം ഈ ഏഷ്യാനെറ്റിൽ മഹാഭാരതം എന്ന് പറയുന്ന പ്രോഗ്രാമൊക്കെ സ്ഥിരമായിട്ട് കണ്ട ആളുകൾക്ക് അതിലുള്ള ഒരു ആക്ടറായിരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആളുകൾക്കൊക്കെ ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പം, അല്ലെങ്കിൽ മഹാവിഷ്ണു എന്നൊക്കെ പറയുമ്പോൾ ആ സീരിയലുകളിൽ കൈലാസനാഥൻ പോലെയുള്ള ഒരുപാട് സീരിയൽസ് ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിലൊക്കെ. നമുക്ക് സ്വാമി അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിലും ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫേസ് ആയിരുന്നു. ആളുടെ ഫേസ് ശരിക്കും ഭഗവാന്റെ ഒരു രൂപമായിട്ടൊക്കെ കണ്ട ഒരുപാട് ആൾക്കാരുണ്ട്, അല്ലേ? നമുക്കിപ്പം യേശു ക്രിസ്തു എന്ന് പറയുമ്പം നമുക്കറിയാം, വളരെ എന്താ പറയുക പീഡനങ്ങൾ സഹിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ, ഒരു താടിയൊക്കെ നീട്ടി മുടിയൊക്കെ നീട്ടിയിട്ടുള്ള ഒരു സാധാരണ മനുഷ്യൻ, ഒരുപാട് പീഡകൾ സഹിച്ചതിൻ്റെ പാടുകളൊക്കെ ആയിട്ട് ദേഹത്ത്
ഒരു സാധാരണ മനുഷ്യനായിട്ട് കുരിശും ചുമന്ന് പോകുന്ന 2 കള്ളന്മാരുടെ നടുവിൽ ഒരു കുരിശും ചുമന്ന് പോകുന്ന ഒരു രൂപം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പം ഇതൊക്കെ ആ റൈറ്റിങ്ങിൻ്റെ, അതായത് ഈ കൃതികൾ ഇവരെയൊക്കെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതികൾ വായിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇമാജിനേഷനിൽ നിന്നാണ് ശരിക്കും നമുക്ക് ഈ രൂപങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഓക്കെ, സോ അത്തരത്തിലുള്ള ഒരു റൈറ്റിംഗ് ആണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു ഐഡിയ ഇമാജിനേഷനിലൂടെയും ക്രിയേറ്റിവിറ്റി, അതായത് എന്താ പറയുക, കറക്റ്റ് മലയാളം ടേം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല, എന്നാലും ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയില്ല, നമ്മൾ കുറച്ചുകൂടെ ഐഡിയാസൊക്കെ ഉപയോഗിച്ച് വ്യത്യസ്തമായ രീതിയിൽ ഒരു പുതുമയാർന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടിയിട്ടുള്ള ഒരു വേ ഓഫ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഫോം ഓഫ് റൈറ്റിംഗ് ആണ് ഈ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഫിക്ഷണൽ ഓർ നോൺ ഫിക്ഷണൽ. അപ്പോൾ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിക്ഷണൽ റൈറ്റിങ്ങും നോൺ ഫിക്ഷണൽ റൈറ്റിങ്ങും നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതെനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നു എന്ന് എനിക്കറിയില്ല, ബട്ട് ഇനിയുള്ള വർഷങ്ങളിൽ കുട്ടികൾക്ക് നമ്മുടെ ചാനലിലും അവൈലബിൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഫിക്ഷണൽ റൈറ്റിംഗ് എന്ന് പറയുമ്പം ഫിക്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഊഹിച്ചുണ്ടാക്കുന്ന അല്ലെങ്കിൽ യാഥാർത്ഥ്യവുമായി വലിയ ബന്ധമില്ല. അപ്പം ഒരു ഈസി എക്സാമ്പിൾ പറഞ്ഞാൽ മിന്നൽ മുരളി എന്ന് പറയുന്നൊരു സിനിമ, നമുക്ക് മലയാള സിനിമയിൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ളൊരു ഫിക്ഷണൽ കഥകളിൽ ഏറ്റവും ഒരു സൂപ്പർ ഫിക്ഷണലായിട്ടുള്ളൊരു മൂവിയായിരുന്നു ഈ പറയുന്ന മിന്നൽ മുരളി എന്ന് പറയുന്നത്. അതിൽ കാര്യങ്ങൾ നമുക്ക് യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് അല്ലേ. അപ്പം അത്തരത്തിലുള്ള സിനിമകൾ, ഇപ്പം നൻപകൽ നേരത്ത് പോലെയുള്ള സിനിമകൾ, അങ്ങനെയൊക്കെ ഒരുപാട് സിനിമകൾ നമ്മുടെ മലയാളത്തിലുണ്ട്. അപ്പോൾ അതിൽ ഇപ്പം ആടുജീവിതം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സിനിമ, ഒരു ഗംഭീര ബ്രഹ്മാണ്ഡ ചിത്രം ഇറങ്ങിയ സമയത്ത് അത് നോൺ ഫിക്ഷണലും കൂടിയാണ്. കാരണം അതിൽ യഥാർത്ഥമായിട്ട് നടന്നൊരു കഥയെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഫിക്ഷണൽ എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യവുമായി വലിയ ബന്ധമില്ലാത്ത, സാമാന്യ യുക്തിക്ക് നിരക്കാത്ത, ഞാൻ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പം ഈ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഫിക്ഷണൽ റൈറ്റിങ്സിലും ആവാം, നോൺ ഫിക്ഷണൽ റൈറ്റിങ്സിലും ആവാം. ഓക്കെ, ആൻഡ് ക്യാൻ ടേക്ക് മെനി ഫോംസ് സച്ച് ആസ് പോയട്രി, ഷോർട്ട് സ്റ്റോറീസ്, നോവൽസ്, എസ്സേസ് ആൻഡ് പ്ലേസ്. അതായത് ഇത് എല്ലാ തരം ലിറ്ററേച്ചർ ഫോമുകളിലും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു കഥയോ കവിതയോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു നോവലോ അല്ലെങ്കിൽ ഒരു എസ്സേയോ അല്ലെങ്കിൽ ഒരു നാടകത്തിനോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ എഴുതുന്ന സമയത്ത് ക്രിയേറ്റീവ് റൈറ്റിംഗ് ആണ്, ക്രിയേറ്റീവായിട്ടാണ് അത് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ഓഡിയൻസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിലേക്ക് അതിൻ്റെ ഒരു ഐഡിയ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ ക്രിയേറ്റീവ് റൈറ്റിംഗ് ഓഫൻ ഫോക്കസ് ഓൺ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, നറേറ്റീവ് ക്രാഫ്റ്റ് ആൻഡ് ദ യൂസ് ഓഫ് ലിറ്റററി ഡിവൈസസ്. ഓക്കെ, അതായത് ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് ഓൺ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, അതിൽ ഒരു കഥാപാത്രത്തെക്കുറിച്ച് ആ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുക, അതിൽ കഥാപാത്രങ്ങളുടെ ക്യാരക്ടറൈസേഷൻ ചെയ്യുക, അതുപോലെ തന്നെ നറേറ്റീവ് ആയിട്ടുള്ള നറേഷൻ ടെക്നിക്സിൽ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ലിറ്റററി ഡിവൈസസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു കവിത, ഒരു പോയട്രി ഏറ്റവും ക്രിയേറ്റീവായിട്ട് എഴുതുന്ന സമയത്ത് നമുക്ക് നിങ്ങൾ ഓൾറെഡി പ്രൊജക്റ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾ പ്രൊജക്റ്റായിട്ട് നിങ്ങൾക്ക് പോയിംസും ഷോർട്ട് സ്റ്റോറീസും ഒക്കെ ഉണ്ടാക്കി മാഗസിൻ പബ്ലിഷ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ക്ലാസ്സിൽ. അപ്പോൾ നിങ്ങൾക്കറിയാം, അപ്പോൾ നമ്മൾ ഒരു കവിത ഏറ്റവും മനോഹരമായി തീരുന്നത് അതിൽ ഈ പോയട്രി ഡിവൈസസ് അല്ലെങ്കിൽ ലിറ്റററി ഡിവൈസസൊക്കെ ചേർത്ത് മെറ്റഫറും അങ്ങനത്തെ ഒരുപാട് ലിറ്റററി ഡിവൈസസ് അല്ലെങ്കിൽ പോയറ്റിക് ഡിവൈസസൊക്കെ ചേർത്തിട്ട് ചെയ്യുമ്പോഴായിരിക്കും അത് ഏറ്റവും മനോഹരമായി തീരുക അല്ലേ. സോ അതിലൊക്കെയാണ് ഇത് ശ്രദ്ധിക്കുന്നത്. ഓക്കെ, ദ ഗോൾ ഓഫ് ക്രിയേറ്റീവ് റൈറ്റിംഗ് ഈസ് ടു എൻ്റർടൈൻ, ഇൻഫോം ആൻഡ് ഇൻസ്പയർ റീഡേഴ്സ്. അതായത് ഈ ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ ഗോൾ എന്ന് പറയുന്നത് എൻ്റർടൈൻ ചെയ്യുക ഒന്നാമത്തത്. നമ്മളൊരു സിനിമയുടെ അല്ലെങ്കിൽ സിനിമയും സീരിയലും അതുപോലെ നാടകങ്ങളും ഒക്കെ ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ ഭാഗമാണ്. ഓക്കെ, സോ അതിൻ്റെയൊക്കെ ഒരു മേജർ ആയിട്ടുള്ള പേർപ്പസ് അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് ടു എൻ്റർടൈൻ ദ പീപ്പിൾ അല്ലേ. എൻ്റർടൈൻ ചെയ്യുക, ആളുകളെ സന്തോഷിപ്പിക്കുക, അല്ലെങ്കിൽ ആളുകൾക്കൊരു സമയം ചിലവഴിക്കാൻ കുറച്ച് നേരം അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് കുറച്ച് ചിരിക്കാനും കുറച്ച് കരയാനും ഒക്കെ ആയിട്ടൊരു കാര്യമാണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും. കഥയാവട്ടെ കവിതയാവട്ടെ ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് ടു എൻ്റർടൈൻ ആണ്. ഓക്കെ, ആൻഡ് ടു ഇൻഫോം, അത് കുറച്ച് അറിയിക്കുക എന്നുള്ളത് അല്ലേ. നമ്മൾ ആളുകളെക്കുറിച്ച് ബോധവാന്മാരാക്കുക, മനസ്സിലൊരു കാര്യത്തെക്കുറിച്ച് അറിയിക്കുക എന്നുള്ളതും ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ടൊരു ഗോളാണ് ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ. അതായത് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ഇൻസ്പയർ ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മൂവീസ്, ഇപ്പം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ
ട്വൽത്ത് ഫെയിൽ എന്ന് പറയുന്നൊരു മൂവി, ഇപ്പോൾ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ വിക്രമാദിത്യൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ നമ്മളെ എന്താ പറയുക ഇൻസ്പയർ ചെയ്യുന്നതാണ്. ഇപ്പം എന്താണ് വിങ്സ് ഓഫ് ഫയർ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ APJ അബ്ദുൽ കലാം, ഫോമർ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, അദ്ദേഹത്തിൻ്റെ ബുക്കൊക്കെ ഇൻസ്പയർ ചെയ്യുന്നതാണല്ലേ. അപ്പം ഈ ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ടു എൻ്റർടൈൻ ദ പീപ്പിൾ, ടു ഇൻഫോം ദ പീപ്പിൾ ആൻഡ് ടു ഇൻസ്പയർ ദ പീപ്പിൾ. ഓക്കെ, റീഡേഴ്സ്. ഓക്കെ, റീഡേഴ്സ് അല്ലെങ്കിൽ പീപ്പിൾ എന്ന് പറയാം. ഓക്കെ, പീപ്പിൾ തന്നെയാണല്ലോ റീഡ് ചെയ്യുന്നത് അല്ലേ. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു എക്സ്പ്ലോർ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ്, ഷെയർ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓർ സിംപ്ലി ടെൽ എ ഗുഡ് സ്റ്റോറി. ഓക്കെ, ഇത് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടിനെ എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഷെയർ പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ച്, ഇപ്പോൾ നമ്മുടെ ഓട്ടോബയോഗ്രഫി പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ട്രാവലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടിയാണല്ലോ. നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യുന്നു, എന്നിട്ട് ആ യാത്രയെക്കുറിച്ച് നമ്മളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഞാനും എൻ്റെ കൂടെ ഇരിക്കുന്ന A എന്ന് പറയുന്ന ഒരാളും B എന്ന് പറയുന്ന ഒരാളും ഒരേ സ്ഥലത്ത് നിന്നും, ഇപ്പം കാഞ്ഞങ്ങാടുള്ള ഒരു സ്ഥലത്ത് നിന്നും പോവുകയാണെന്ന് വിചാരിച്ചോളൂ, ഹിമാലയത്തിലേക്ക് പോവുകയാണെന്ന് വിചാരിച്ചോളൂ. ഞങ്ങൾ ഒരേ വഴിക്ക് പോകുന്നു, ഒരേ കാര്യങ്ങൾ, ഒരേ സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നു, ഒരേ വാഹനത്തിൽ പോകുന്നു, ഒരേ ഡെസ്റ്റിനേഷനിലെത്തുന്നു. പക്ഷേ ഞങ്ങൾ 3 പേരും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ട്രാവലോഗ് എഴുതി കഴിഞ്ഞാൽ അതിലെ 3 എണ്ണവും വളരെ അധികം ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം എൻ്റെ കാഴ്ചപ്പാടല്ല, അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുന്നത്. അയാൾക്കുണ്ടാവുന്ന, അല്ലെങ്കിൽ അയാൾക്കും എനിക്കും ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല മൂന്നാമത്തെ ആൾക്ക് ഉണ്ടാവുന്നത്. അപ്പം ഈ ട്രാവലോഗ്സൊക്കെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടിയാണ്. ഓക്കെ, സോ അത് ഷെയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട് ക്രിയേറ്റീവ് റൈറ്റിംഗ്. ഓക്കെ, ആൻഡ് സിംപിളി, അല്ലെങ്കിൽ നമുക്കൊരു കഥ പറയാനായിട്ട്, നമ്മൾ രാമുവിൻ്റെയും ഗോപുവിൻ്റെയും, രാമു പശു വാങ്ങിച്ച കഥയും ഗോപു പിന്നെ എന്താ പറയുക തത്തയെ വളർത്തിയ കഥ, നമ്മൾ പണ്ട് കാലത്ത് കുട്ടിക്കാലത്ത് നമ്മൾ ചെറുകഥകളൊക്കെ ആയിട്ട് പണ്ട് വായിച്ച് ശീലിച്ചിട്ടുള്ള കഥകളാണ്. രാമുവും ഗോപുവും ഒക്കെ സ്ഥിരമായിട്ട് നമ്മളുടെ ഷോർട്ട് സ്റ്റോറീസ്, നമ്മളുടെ ബാലരമയുടെയും കളിക്കുടുക്കയുടെയൊക്കെ ഒരു എന്താ പറയുക സ്ഥിരം കഥാപാത്രങ്ങളായിരുന്നു രാമുവും ഗോപുവും ഒക്കെ. പ്രത്യേകിച്ച് ഒരു ജനറലായിട്ടൊരു സ്റ്റോറി, ഷോർട്ട് സ്റ്റോറിയൊക്കെ ആയിട്ട് വരുമ്പം അതിലെ കഥാപാത്രങ്ങൾ എപ്പോഴും രാമുവും ഗോപുവും ബാലുവും ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പം ജസ്റ്റ് ഒരു കഥ പറയാനായിട്ട് നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, ക്രിയേറ്റീവ് റൈറ്റിംഗ് ക്യാൻ ബി എ പവർഫുൾ ടൂൾ ഫോർ സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഈ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ സെൽഫ് എക്സ്പ്രഷനെയും അതുപോലെ തന്നെ നമ്മളുടെ കമ്മ്യൂണിക്കേഷനെയൊക്കെ എന്താ പറയുക അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വളരെ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ടൂളായിട്ട് മാറാറുണ്ട്. അതായത് നമ്മൾ ഈ ക്രിയേറ്റീവ് റൈറ്റിങ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ, ഒരുപാട് എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു സയൻറ്റിഫിക് ഫിക്ഷണൽ മൂവി R മാധവൻ അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയുണ്ട്. അങ്ങനെ ഒരുപാട് കഥകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ നമുക്കറിയാം അല്ലേ. അതിലൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അല്ലേ. പുതിയ ടെക്നോളജിയെ പറ്റി വരുന്ന സിനിമകളുണ്ട്, സീരീസുകളുണ്ട്. സിനിമയും സീരീസും മാത്രമല്ല, ടെലിവിഷൻ പ്രോഗ്രാംസ് ഉണ്ട്, ആർട്ടിക്കിൾസ് ഉണ്ട്. അതുപോലെ ഇതിനൊക്കെ ക്രിയേറ്റീവായിട്ട് എഴുതുക എന്ന് പറയുമ്പം അത് കുറച്ചും കൂടെ ഒരു എൻ്റർടൈനിങ് രീതിയിലേക്ക് വരിക എന്നുള്ളതാണ്. ഓക്കെ, ക്രിയേറ്റീവ് റൈറ്റിങ്ങും ഫോമൽ റൈറ്റിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫോമൽ വേ ഓഫ് റൈറ്റിംഗ് തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് നമ്മളൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോയിലും മറ്റോ അല്ലെങ്കിൽ ഈ ഫോമൽ റൈറ്റിങ്ങും അല്ലെങ്കിൽ ക്രിയേറ്റീവ് റൈറ്റിങ്ങും നോൺ ക്രിയേറ്റീവ് റൈറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് കൂടെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, സോ നമ്മളുടെ സമയം എത്രയും നോക്കട്ടെ. കുറച്ചുകൂടെ പറയാം. അപ്പോൾ ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ ഒരു ബേസിക് ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാകും. ഞാൻ ഒരുപാട് പറഞ്ഞു പോയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. ക്രിയേറ്റീവ് റൈറ്റിംഗ് ഈസ് എ വേ ഓഫ് അല്ലെങ്കിൽ ഈസ് എ ഫോം ഓഫ് റൈറ്റിംഗ് ദാറ്റ് യൂസസ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ടു എക്സ്പ്രസ് ഐഡിയാസ് ആൻഡ് ഇമോഷൻസ്. ഇറ്റ് ക്യാൻ ബി fictional or non-fictional and can take many forms such as poetry, short stories, novels, essays and plays. Okay, ട്രാവലോഗ്സ് നിങ്ങൾക്ക് അതിനകത്ത് എഴുതാൻ പറ്റും. ക്രിയേറ്റീവായിട്ട് ഇതിൻ്റെയൊക്കെ കൂടെ ഉള്ളതാണല്ലോ ട്രാവലോഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രിയേറ്റീവ് റൈറ്റിംഗ് ഓഫൻ ഫോക്കസ് ഓൺ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, നറേറ്റീവ് ക്രാഫ്റ്റ് ആൻഡ് ദറ്റ് യൂസസ് ലിറ്റററി ഡിവൈസസ്. ഓക്കെ,
The goal of the creative writing is to entertain, inform, and inspire the readers. It can be used to explore different perspectives, share personal experience, or simply tell us good story. Okay, creative writing can be a powerful tool for self expressions and communication. Okay, ഈ ഒരു കാര്യം നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, യെസ്. നമുക്ക് നെക്സ്റ്റ് കാര്യത്തിലേക്ക് പോകാം. ഹിയർ ആർ സം എക്സാമ്പിൾസ് ഫോർ ക്രിയേറ്റീവ് റൈറ്റിംഗ്. ഓക്കെ, എ പോയം അബൌട്ട് എ ലവ് ലോസ്റ്റ്, അതായത് ഒരു പ്രണയ നൈരാശ്യത്തിലുള്ളൊരു കവിത. ഇതൊക്കെ ഒരു ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ് അല്ലേ. എ ഷോർട്ട് സ്റ്റോറി അബൌട്ട് എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഓൺ ആൻ അഡ്വഞ്ചർ. ഇപ്പോൾ നമ്മൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നൊരു സിനിമ, അത് നമ്മൾ ഇറങ്ങിയ സമയത്ത് അതുപോലൊരു കഥ എന്ന് പറയുമ്പോൾ ക്രിയേറ്റീവ് റൈറ്റിങ്ങിന് എക്സാമ്പിളാണ് അല്ലേ. എ നോവൽ അബൌട്ട് എ യങ് വുമൺ കമ്മിങ് ഓഫ് ഏജ് എന്ന് പറഞ്ഞിട്ട് ഒരു നോവൽ, ഒരു യുവതിയായ വനിതയുടെ ഒരു കഥ. അതുപോലെ an essay about the author's experience of going up. നമ്മൾ ഒരുപാട് എസ്സേസ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് അതിനകത്തേക്ക് നോക്കുക. ആൻഡ് എ പ്ലേ അബൌട്ട് എ ഫാമിലി സ്ട്രഗ്ലിംഗ് ടു സ്റ്റേ ടുഗെദർ. അതായത് ഇപ്പോൾ നമുക്ക് ഒരു സിനിമയായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഹോം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മലയാള സിനിമയിൽ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, അതായത് ഇന്ദ്രൻസും ഒക്കെ അഭിനയിച്ചിട്ടുള്ളൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസാണ്. ക്രിയേറ്റീവ് റൈറ്റിംഗ് ക്യാൻ ബി എൻജോയ്ഡ് ബൈ പീപ്പിൾ ഓഫ് ഓൾ ഏജസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്സ്. അതായത് ക്രിയേറ്റീവ് റൈറ്റിംഗ് നിങ്ങൾ ശരിക്കും ഒരു 5 മാർക്കിൻ്റെ ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അധ്യാപകന് നിങ്ങളുടെ വാല്യൂ ചെയ്യുന്ന എക്സാം പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾക്ക് അതിനകത്ത് മാർക്ക് കുറയ്ക്കാൻ അയാൾ വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരും. ഓക്കെ, അതൊരു 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ നിങ്ങൾക്ക് 5 മാർക്കല്ല 6 മാർക്ക് തരാതിരിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. അപ്പോൾ നിങ്ങളിതൊക്കെ പഠിച്ചു വെക്കുന്നത് അത്രയും നല്ലതാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ വേ ടു tap into our imaginations and explore the world around us in new and exciting ways. അതായത് ക്രിയേറ്റീവ് റൈറ്റിംഗ് can be enjoyed by all the people of all ages and backgrounds. അതായത് ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും, എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും, എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഒരു ക്രിയേറ്റീവ് വർക്ക്, ഒരു സിനിമ നമുക്കൊരു ഈസി എക്സാമ്പിളായിട്ട് നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും പല ക്ലാസ്സുകളിലും ഞാൻ പറയാറുണ്ട്, എപ്പോഴും സിനിമയും പാട്ടും ഒക്കെയാണ് നമ്മൾ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ഒരു തലമുറ കൺസ്യൂം ചെയ്യുന്നത്. വായനാശീലമൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ജനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അല്ലെങ്കിൽ ഒരു കഥ, ഇത് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും, ഒട്ടുമിക്ക കാര്യങ്ങളും എല്ലാ തരത്തിലുള്ള ആളുകൾക്കും കാണാനും കേൾക്കാനും എൻജോയ് ചെയ്യാനും പറ്റും. ഓക്കെ, അതായത് ബിയോണ്ട് ഏജ്, അതായത് 5 വയസ്സുള്ള അല്ലെങ്കിൽ ഒരു 15 വയസ്സുള്ള കുട്ടിക്കും 55 വയസ്സുള്ളൊരു അമ്മാവനും ഇത് കേട്ട് അല്ലെങ്കിൽ കണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ക്രിയേറ്റീവ് റൈറ്റിംഗ്. ഓക്കെ, വളരെ ധനികനായിട്ടുള്ള വ്യക്തിക്കും എന്നാൽ ഒട്ടും സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളുകൾക്കും എൻ്റർടൈൻ ചെയ്യാനായിട്ട് ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ സാധിക്കും. ഓക്കെ, സോ അങ്ങനെ എല്ലാ തരത്തിലുള്ള ഏജിലും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ആളുകൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് ക്രിയേറ്റീവ് റൈറ്റിംഗ് പറ്റും. ഓക്കെ, ഇപ്പോൾ കഥ വായിക്കാൻ അറിയാത്ത ആളുകളാണെങ്കിൽ സിനിമ കാണാമല്ലോ, കണ്ട് മനസ്സിലാക്കാമല്ലോ. ഓക്കെ, സോ നിങ്ങൾ അത്തരം ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ട, ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇറ്റ് ഈസ് എ വേ ടു ടാപ്പ് ഇൻ ടു അവർ ഇമാജിനേഷൻ ആൻഡ് എക്സ്പ്ലോർ ദ വേൾഡ് അറൗണ്ട് അസ് ഇൻ ന്യൂ ആൻഡ് എക്സൈറ്റിംഗ് വേയ്സ്. അതായത് അതൊരു എന്താ പറയുക, ഒരു വേ ആണ് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മളുടെ ഇമാജിനേഷനിലേക്ക് കടന്നു കയറി നമ്മളുടെ ലോകത്തെ, അല്ലെങ്കിൽ നമ്മൾക്ക് ചുറ്റുമുള്ള ലോകത്തെ നമ്മൾക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ളൊരു വേ ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ട്രൈയിങ് യുവർ ഹാൻഡ് അറ്റ് ക്രിയേറ്റീവ് റൈറ്റിംഗ്, ഹിയർ ആർ മെനി റിസോഴ്സസ് അവൈലബിൾ ടു ഹെൽപ്പ് യു ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, ദർ ആർ ബുക്സ്, വെബ്സൈറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു എക്സൈറ്റിംഗ് വേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാർട്ട് വരെ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്താം. ഓക്കെ, യെസ്, ഇതിനകത്ത് ഈ ഒരു ലൈനും കൂടെ നിങ്ങൾ പിന്നെ എന്താ പറയുക, ഈ എക്സാമ്പിൾസും നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു
എന്താ പറയുക, നമ്മളുടെ മറ്റും ഡെഫിനേഷനും അതുപോലെ തന്നെ ഞാനിപ്പം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബോക്സിലാക്കിയിട്ടുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5 മാർക്കിനുള്ള സംവിധാനമൊക്കെ ആയിക്കഴിഞ്ഞു. ഓക്കെ, ഇനി എനിക്ക് തോന്നുന്നു സമയം കുറച്ച് കയറി പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എപ്പോഴും തുടക്കത്തിലേ പറയാനൊക്കെ വിചാരിക്കുമെങ്കിലും മറന്നു പോകുന്നതാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കാൻ പാടില്ല. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ വേണം, അവരും കൂടെ ജയിക്കട്ടെ. ഓക്കെ, സോ വൺസ് അഗെയിൻ താങ്ക് യു വെരി മച്ച്.